നമസ്കാരം. കൊല്ലം ജില്ലയിൽ വിദ്യാർത്ഥി സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തെ ലഘൂകരിച്ച് സംസാരിച്ച കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രി ചിഞ്ചുറാണിയുടെ നടപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതൃപ്തിയിൽ. മന്ത്രിയുടെ ഭാഗത്ത് മതിയായ കരുതലുണ്ടായില്ലെന്നാണ് വിലയിരുത്തൽ. CPIയിലും മന്ത്രിയുടെ പ്രസ്താവന ചർച്ചയാകുന്നുണ്ട്. CPIയുടെ തെക്കൻ കേരളത്തിലെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ പ്രവർത്തകരും മന്ത്രിയുടെ പ്രസ്താവനയെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. സ്വന്തം ജില്ലയിൽ ദാരുണ അപകടം നടന്നിട്ടും മന്ത്രി തൃപ്പൂണിത്തുറയിൽ പാർട്ടി പരിപാടിയിലെത്തി വനിതാ നേതാക്കൾക്കൊപ്പം സൂംബ ഡാൻസ് കളിച്ചതും വിവാദമായി. വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അധ്യാപകരെ കുറ്റം പറയാൻ കഴിയില്ല. സഹപാഠികൾ ഷീറ്റിന് മുകളിൽ കയറരുതെന്ന് പറഞ്ഞിട്ട് പോലും കുട്ടി പിന്തിരിഞ്ഞില്ലെന്ന് CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ലായം കൂത്തമ്പലത്തിൽ നടന്ന വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യവേ മന്ത്രി പറഞ്ഞു. കാലൊന്ന് തെന്നിയപ്പോൾ പെട്ടെന്ന് കയറി പിടിച്ചത് കറണ്ട് കടന്നുവന്ന കമ്പിയിലായിരുന്നു. കുട്ടികൾ കളിച്ച് ഷീറ്റിന് മുകളിൽ കയറുമെന്നോ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമെന്നോ ആരും കരുതുന്നില്ല. രാവിലെ സ്കൂളിലേക്ക് ഒരുങ്ങിപ്പോയ കുഞ്ഞാണ്. പക്ഷേ തിരികെ വീട്ടിലേക്ക് മരിച്ചു വരേണ്ട അവസ്ഥ ദൗർഭാഗ്യകരമാണ്. ഇതാണ് മന്ത്രിയുടെ കമന്റ്. അവിടെ അധ്യാപകരൊന്നും ഉണ്ടായില്ല. കുട്ടികൾ മാത്രമായിരുന്നു കളിച്ചിരുന്നത്. കുട്ടികളിൽ ചിലരാണ് തടയാൻ ശ്രമിച്ചത്. ഇതിനൊപ്പം വൈദ്യുതി ലൈൻ കടന്നുപോയതടക്കം നിയമവിരുദ്ധമാണ്. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി തന്നെ എല്ലാം സമ്മതിച്ചു. ഇതിനിടയിലാണ് മന്ത്രിയുടെ പ്രതികരണം. മന്ത്രിയുടെ സൂംബ നൃത്തം വിവാദമായതോടെയാണ് ഈ പ്രതികരണം. സമ്മേളനത്തിന് മുമ്പായി മന്ത്രി വനിതാ നേതാക്കളോടും പ്രവർത്തകരോടും ഒപ്പം സൂംബ നൃത്ത ചുവടുകളും വെച്ചു. കുട്ടിയുടെ മരണത്തെ ന്യായീകരിക്കുന്നില്ല. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും. KECBയുടെയും സ്കൂളിന്റെയും ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അന്വേഷിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സൂംബ നൃത്ത ചർച്ച മുമ്പോട്ട് വെച്ചത്. സ്കൂളിൽ സൂംബ നൃത്തവും വന്നു. ഇത് വിവാദമായി. അതിനാൽ മുഖ്യമന്ത്രിയുടെ പിന്തുണയ്ക്കായി പലരും സൂംബ നൃത്തം കളിക്കാറുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് മന്ത്രി ചിഞ്ചുറാണിയും സൂംബ നൃത്തം കളിക്കാനെത്തിയത്. പക്ഷേ തിരഞ്ഞെടുത്ത സമയവും കാലവും തെറ്റി. ഇതോടെ ആ സൂംബ നൃത്തം ഇടത് സർക്കാരിനും പ്രതിസന്ധിയായി. മന്ത്രി ഈ കളി ഒഴിവാക്കേണ്ടതാണെന്ന വിലയിരുത്തലാണ് എത്തുന്നത്. മുമ്പൊരിക്കൽ വന്യജീവി ആക്രമണത്തിൽ ഒരാൾ മരിച്ചപ്പോൾ വനമന്ത്രി AK ശശീന്ദ്രൻ പാട്ടുപാടി ആഘോഷിച്ചത് വലിയ വിവാദമായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചിഞ്ചുറാണിയുടെ ദുരന്ത ദിവസത്തെ നൃത്തം സർക്കാരിന് തലവേദനയാകുന്നത്. ഒരു പയ്യന്റെ ചെരുപ്പാണ്. ആ പയ്യൻ ആ ചെരുപ്പെടുക്കാൻ ഷെഡിന് മുകളിൽ കയറി. ചെരുപ്പെടുക്കാൻ പോയപ്പോൾ കാലൊന്ന് തെന്നി പെട്ടെന്ന് കയറി പിടിച്ചത് വലിയ കമ്പിയിലാണ്. ഇതിലാണ് കറണ്ട് കടന്നു വന്നത്. ആ കുഞ്ഞ് അപ്പോഴേ മരിച്ചു. ഇത് അധ്യാപകരുടെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് ഇതിന് മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അന്താളിച്ചു പോകും. രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞ് തിരിച്ച് മരിച്ചു വരുന്ന അവസ്ഥ. പക്ഷേ നമുക്ക് അധ്യാപകരെ കുറ്റം പറയാൻ പറ്റില്ല. അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അവിടെ കയറി. ഇതായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. കൊല്ലത്ത് പ്രതിഷേധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് CPI വനിതാ സംഗമത്തിൽ പങ്കെടുക്കാൻ മന്ത്രി കൊച്ചിയിലെത്തിയത്. സാമൂഹ്യ ജീർണതയ്ക്കെതിരെ എന്ന തലക്കെട്ടോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ സൂംബ നൃത്തത്തോടെയായിരുന്നു തുടക്കം. നേതാക്കൾക്കും അണികൾക്കുമൊപ്പം മന്ത്രിയുടെ നൃത്തം. ഇതിന് പിന്നാലെ സംഗമം ഉദ്ഘാടനം ചെയ്തുള്ള പ്രസംഗത്തിലാണ് കുട്ടികളുടെ അനുസരണക്കേടിനെ പഴിച്ചുകൊണ്ട് മന്ത്രി തുടങ്ങിയത്. മരിച്ച മിഥുൻ ഉൾപ്പെടെയുള്ള കുട്ടികൾ പന്ത് കൊണ്ടല്ല ചെരുപ്പ് കൊണ്ടാണ് കളിച്ചതെന്നും മന്ത്രി പറഞ്ഞു. അപകടം വരുത്തിവെച്ച വിനയ എന്ന മട്ടിലായിരുന്നു മന്ത്രിയുടെ തുടർ പ്രസംഗം. അധ്യാപകരെ കുറ്റം പറയാനാകില്ലെന്നും വീണ്ടും മന്ത്രി ആവർത്തിച്ചു പറഞ്ഞു. അതേസമയം വേർപാട് ദുഃഖകരമാണെന്നും വീട്ടിലെ മകൻ നഷ്ടപ്പെട്ട സങ്കടമാണുള്ളതെന്നുമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത്. അനാസ്ഥയാണെന്ന് കണ്ടെത്തിയാൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു.